ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബട്ടർ മഷ്റൂം എങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് നമുക്ക് ഗ്രേവി ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും അങ്ങനെ നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബട്ടർ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നൊരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇടി വെട്ടുമ്പോൾ കിട്ടുന്ന കൂണൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ. ഇത് അത്രയ്ക്ക് എത്തൂല്ലെങ്കിലും എന്നാലും നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ട് കൊടുക്കാം കേട്ടോ, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നോക്കി 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ അല്ലേ. അപ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാൽ സവാളയ്ക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. നല്ലൊരു കളറും എരിവ് അത്രയും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികൾ ചേർത്ത ശേഷമാണ് തക്കാളി ചേർക്കും. വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം, നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് ഈ ഒരു തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഗ്രേവി ഇല്ലാതെയാണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ തക്കാളിക്ക് ഒന്ന് കുക്കായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്രേവിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ ചേർക്കുമ്പോൾ എന്തായാലും ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂണ് ഗരം മസാലയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മഷ്റൂമിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ വെള്ളം വരും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അത്യാവശ്യം കുക്കായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ചാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് സമയം ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയും വേണ്ട കേട്ടോ. ഇനി അതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ മഷ്റൂം ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ ഇത്. നമുക്ക് ചോറ് കഴിക്കാനായാലും ഇതിൻ്റെ കൂടെ നമുക്ക് മീനോ ചിക്കനോ ബീഫോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുണ്ടാവുമ്പോൾ ഇത് മാത്രം മതി നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്